രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അറിയാം അല്ലേ, അതായത് നമ്മള് ഇതിന് മുൻപുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ നിയോ ക്ലാസിക്കൽ ഏജ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും മാത്രമല്ല അതിന്റെ കാലാവധി അല്ലേ, അതിന്റെ കാലാവധി എത്ര കാലഘട്ടം മുതൽ എത്ര വരെയാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ. സോ നമുക്ക് നോക്കാം, ഇനി നമ്മൾ ഈ ഒരു യൂണിറ്റ് നോക്കാൻ പോകുന്നത് നിയോ ക്ലാസിക്കൽ ഏജിന്റെ നിയോ ക്ലാസിക്കൽ ഏജിൽ ലിറ്ററേച്ചറിനുണ്ടായ മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത് റിനൈസൻസ് ഏജ് അല്ലെ, റിനൈസൻസ് പീരീഡ്, അതായത് നവോത്ഥാനം. റിനൈസൻസ് ഏജിന് ശേഷം തൊട്ട് പിന്നാലെ വരുന്ന ഒരു പീരീഡ് ആണ് എന്ത്, നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ നിയോ ക്ലാസിക്കൽ പീരീഡിലെ ലിറ്ററേച്ചറിന്റെ പ്രത്യേകത എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ് ഡെക്കോറം. എന്താ ഡെക്കോറം? അലങ്കാരം. മനസ്സിലായല്ലോ. അതായത് നിയോ ക്ലാസിക്കൽ പീരീഡിലെ ലിറ്ററേച്ചറിന്റെ എല്ലാ ഫോംസും ഒരുപാട് അലങ്കാരമായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് അലങ്കരിക്കപ്പെട്ട ലിറ്ററേച്ചർ ഫോംസ് ആണ് നിയോ ക്ലാസിക്കൽ ഏജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരുപാട് തന്നെ സത്യസന്ധത പുലർത്തുന്ന പോയട്രികളും പ്രോസുകളും എല്ലാം തന്നെ നമുക്ക് നിയോ ക്ലാസിക്കൽ ഏജിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഓരോ ജനേഴ്സിന്റെയും അതിന്റെ പ്യൂരിറ്റി ആയിട്ട്, അതായത് അതിന്റെ പരിശുദ്ധമായ രൂപത്തിൽ തന്നെ നിയോ ക്ലാസിക്കൽ ഏജ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മനസ്സിലായല്ലോ. അതായത് ഓരോ ജനേഴ്സിനും അതിൻ്റെതായ പ്രാധാന്യം ഈ നിയോ ക്ലാസിക്കൽ ഏജ് കൊടുത്തിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ട്രാജഡീസ് ആയിക്കോട്ടെ, എപ്പിക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഓഡ് ആയിക്കോട്ടെ, എന്തായാലും ഏതൊരു ഫോം ഓഫ് ലിറ്ററേച്ചർ ആണെങ്കിലും അതിനൊക്കെ അതിൻ്റെതായ സ്ഥാനം കൊടുത്ത ഒരു പീരിയഡ് ആയിരുന്നു ഏത്, നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നോക്കാം, ആദ്യം തന്നെ നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് നോക്കാം നിയോ ക്ലാസിക്കൽ പീരിയഡിന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം അല്ലെ. അതായത് സൊസൈറ്റിയും ലിറ്ററേച്ചറും ഒരുപാട് കണക്ട് ചെയ്ത് കിടക്കുന്നു എന്ന് ഞാൻ പല ക്ലാസ്സിലും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ അതിനെ തുടർന്നുകൊണ്ട് തന്നെ സൊസൈറ്റി എങ്ങനെയായിരുന്നു നിയോ ക്ലാസിക്കൽ ഏജിന്റെ അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ലിറ്ററേച്ചറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ നിയോ ക്ലാസിക്കൽ അഥവാ നിയോ ക്ലാസിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിലനിന്നിരുന്ന കുറച്ച് ചട്ടങ്ങൾ എന്താ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു കാലഘട്ടത്താണ് ദി ബർത്ത് ഓഫ് നോവൽ. നോവൽ എന്ന് നമ്മൾ ഇന്ന് കാണുന്ന നോവൽ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ അവിടെ തുടങ്ങിയത് അല്ലെങ്കിൽ ആരംഭിച്ചത് നിയോ ക്ലാസിക്കൽ ഏജിൽ നിന്നായിരുന്നു. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്താണ് പീരിയോഡിക് എസ്സേസും അതേപോലെ തന്നെ ഡയറിയും പീരിയോഡിക് എസ്സേസും ഡയറിയും എല്ലാം തന്നെ ഡെവലപ്മെന്റ്, അതായത് അതിന്റെയൊക്കെ ഡെവലപ്മെന്റ് നമുക്ക് ഈ നിയോ ക്ലാസിക്കൽ പീരീഡിൽ കാണാൻ സാധിച്ചിരുന്നു. മനസ്സിലായില്ലേ. ഇതൊന്നും കൂടാതെ തന്നെ ജേർണലിസം നമുക്കറിയാം അല്ലെ. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും അറിയാം ജേർണലിസത്തിന്റെ ഡെവലപ്മെന്റും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് നിയോ ക്ലാസിക്കൽ പീരീഡിൽ കാണാൻ സാധിച്ചിരുന്നു. മനസ്സിലായില്ലേ. മാത്രമല്ല നിയോ ക്ലാസിക്കൽ ഏജിലെ ആളുകൾ അഥവാ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്തിനെയും അതേപോലെ തന്നെ ജനറൽ ഐഡിയാസിനെ കുറിച്ചും നല്ല ഐഡിയ ഉള്ള, അല്ലെങ്കിൽ അതിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ജനതയായിരുന്നു ഏത്, നിയോ ക്ലാസിക്കൽ ഏജിന്റെ. മനസ്സിലായല്ലോ. മാത്രമല്ല ഗ്രീക്കോ റോമൻ ക്ലാസിക്സിനെ മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈൽ തന്നെയായിരുന്നു നിയോ ക്ലാസിക്കൽ ഏജിന്റെ പോയിറ്റ്സും എന്ത് ചെയ്തിരുന്നത്, എടുത്തിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല ഇനി പ്രധാനമായി നമുക്ക് നോക്കാം, നമ്മൾ ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് നമ്മൾ നിയോ ക്ലാസിക്കൽ ഏജിനെ വിളിക്കുന്നു. മാത്രമല്ല ഏജ് ഓഫ് റീസൺ എന്നുകൂടി നമ്മൾ നിയോ ക്ലാസിക്കൽ ഏജിനെ വിളിക്കാറുണ്ട്. മനസ്സിലായത്. കാരണം അതിനർത്ഥം അത്രയും ട്രൂത്ത്, യൂണിവേഴ്സൽ ട്രൂത്തും അതുപോലെ തന്നെ ജനറൽ ഐഡിയാസ് ഒക്കെ അങ്ങോട്ട് തെളിഞ്ഞു നിന്ന ഒരു
ക്ലാസിക്കൽ ഏജിനെ വിളിക്കാൻ കാരണം. ഇനി നമുക്ക് നോക്കാം നിയോ ക്ലാസിക്കൽ ഏജ്. ഓക്കെ, നിയോ ക്ലാസിക്കൽ ഏജ് ഇവിടെ മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്ന് റെസ്റ്റോറേഷൻ ഏജ്, ഓക്കെ, അതേപോലെ തന്നെ അഗസ്റ്റൻ ഏജ് ആൻഡ് ലാസ്റ്റ് ഏജ് ഓഫ് സെൻസിബിലിറ്റി. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മൾ നിയോ ക്ലാസിക്കൽ ഏജിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് 1660 മുതൽ 1700 കാലഘട്ടം വരെ നീണ്ടുനിന്ന ഒരു നിയോ ക്ലാസിക്കൽ പീരിയഡ് ആണ് ഏത്? ദി റെസ്റ്റോറേഷൻ ഇറ. ഓക്കെ, അതായത് ദി റെസ്റ്റോറേഷൻ പീരിയഡ്. മനസ്സിലായല്ലോ? സോ നമുക്കിത് നോക്കാം. റെസ്റ്റോറേഷൻ ലിറ്ററേച്ചറിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം റെസ്റ്റോറേഷൻ ഏജ് അഥവാ റെസ്റ്റോറേഷൻ ഇറ എന്ന് പറയുന്നത് ചാൾസ് രണ്ടാമന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് അല്ലെ. ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ റെസ്റ്റോറേഷൻ ഇറ ആരംഭിക്കുന്നത്. അതായത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾക്കും അതേപോലെ തന്നെ വൈരുദ്ധ്യാത്മകമായ എഴുത്തുകളെ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്ത്? ഈ റെസ്റ്റോറേഷൻ ഇറ എന്ന് പറയുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് ഡ്രൈഡന്റെ ജോൺ ഡ്രൈഡന്റെ ദി പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സറ്റയർ നമുക്ക് ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും ഈ എൻചാൻമെന്റും അതേപോലെ തന്നെ ബ്ലാങ്ക് വേഴ്സും എല്ലാം തന്നെ എന്തായിപ്പോയി? ഡിസ്കാർഡ് ആയിപ്പോയി. പകരം എന്ത് വന്നു? ഒരു ഹീറോയിക് കൗപ്ലറ്റ് എന്നുള്ള ആ ഒരു തീമിലൂടെ അല്ലെങ്കിൽ ആ ഒരു തീം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും എല്ലാ പോയറ്റ്സും എന്ത് ചെയ്യാൻ തുടങ്ങി? അവരെ എഴുതാൻ തുടങ്ങി. അതിന്റെ കുറെ എക്സാമ്പിൾസ് നമുക്ക് കാണാം. അതായത് ജെഫ്രി ചോസർ എഴുതിയ ചില എപ്പിക്കുകളും അതേപോലെ തന്നെ ചില നറേറ്റീവ് പോയട്രികളും എല്ലാം തന്നെ ഈ ഒരു നിയോ ക്ലാസിക്കൽ വേഴ്സിന്റെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായല്ലോ? അതായത് വേറൊന്നുമല്ല, ഹീറോയിക് കൗപ്ലറ്റ്സിന് ഒരുപാട് മുൻതൂക്കം കൊടുത്ത് ഈ നിയോ ക്ലാസിക്കൽ വേഴ്സുകൾ എഴുതപ്പെട്ടിരുന്നു. മനസ്സിലായല്ലോ? അതിലെ ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്താ? ജെഫ്രി ചോസറിന്റെ ചില എപ്പിക്കുകളും ചില നറേറ്റീവ് പോയട്രി ഒക്കെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നിയോ ക്ലാസിക്കൽ അഥവാ നമ്മുടെ ഈ നിയോ ക്ലാസിക്കൽ പീരീഡിലെ റെസ്റ്റോറേഷൻ ഇറയിലെ ചില പോയറ്റ്സുകളെയാണ്, ചില എഴുത്തുകാരെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം 1608 കാലഘട്ടം മുതൽ 1674 കാലഘട്ടം വരെ ജീവിച്ച ഒരു പോയറ്റ് ആയിരുന്നു ജോൺ മിൽട്ടൺ. ആരാ? ജോൺ മിൽട്ടൺ അല്ലെ. സോ ഇദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക്, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റെസ്റ്റോറേഷൻ ഇറയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലൈസ് ഡേയ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു കവിത. ഓക്കെ, സോ ലൈസ് ഡേയ്സ്, അതേപോലെ തന്നെ എൽ അലർഗോ, അത് കഴിഞ്ഞാൽ ദി സെക്കൻഡ് പെൻസറാസോ, ഇതുപോലെ ഒരുപാട് തരത്തിൽ, അതായത് സാംസൺ അഗോണിസ്റ്റസ്, അതേപോലെ തന്നെ പാരഡൈസ് ലോസ്റ്റ് ആൻഡ് അതേപോലെ തന്നെ അതിനെ തുടർന്ന് വന്ന പാരഡൈസ് റീഗെയിൻ, ഇത്തരത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ പാരഡൈസ് ലോസ്റ്റ് നമുക്ക് നോക്കാം. ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു പോയമാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒരു പോയം, ജോൺ മിൽട്ടന്റെ ഒരു പോയമാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയത്തിൽ ഇദ്ദേഹം സാത്താനെ, ഓക്കെ, അതായത് സാത്താനെ മാനവികതയുടെയും അതേപോലെ തന്നെ അനുകമ്പയുടെയും ഒരേപോലെ തന്നെ അനുകമ്പയുടെയും ഒരു പ്രതിച്ഛായ ആയിട്ടാണ് ഇവിടെ ജോൺ മിൽട്ടൺ ഈ പാരഡൈസ് ലോസ്റ്റില് സാത്താനെ അങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാർ പോലും ജോൺ മിൽട്ടനെ എന്ത് ചെയ്തിരുന്നു? ജോൺ മിൽട്ടനെ എതിർത്തിരുന്നു. പക്ഷെ പിന്നീട് വരുന്ന റൊമാൻറ്റിക് ഏജില് ഇദ്ദേഹത്തിന്റെ ഈ വർക്കുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു കാലഘട്ടത്തിൽ ആരും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും പിന്നീട് വരുന്ന റൊമാൻറ്റിക് ഏജിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ വന്നാണ് പാരഡൈസ് റീഗെയിൻഡ്, അതേപോലെ തന്നെ സാംസൺ അഗോണിസ്റ്റസ്, അതായത് 1671 കാലഘട്ടത്താണ് ഇത് വരുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് ജോൺ മിൽട്ടൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് നൽകിയിട്ടുള്ളത്. ഏത് കാലഘട്ടത്തെ? റെസ്റ്റോറേഷൻ ഇറ അല്ലെ. നമ്മളിപ്പോ നോക്കുന്നത് റെസ്റ്റോറേഷൻ പോയറ്റ്സുകളെ കുറിച്ചാണ് അല്ലെ. നമുക്ക് നോക്കാം. ഈ രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ച് നോക്കാം. 1631 മുതൽ 1700 കാലഘട്ടം വരെ ജീവിച്ച മറ്റൊരു റെസ്റ്റോറേഷൻ പോയറ്റ് ആണ് ജോൺ ഡ്രൈഡൻ അല്ലെ. ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ജോൺ ഡ്രൈഡന്റെ കുറച്ച് മേജർ വർക്ക്സുകൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമതായി നിൽക്കുന്നതാണ് എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി. ഓക്കെ, ഇതുകൂടാതെ ദി മെഡാല,
അതേപോലെ തന്നെ ഒരുപാട് വർക്ക്സുകൾ ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി എന്ന് പറഞ്ഞ ഡ്രൈഡന്റെ ഈ ഒരു പുസ്തകം ഭയങ്കര ഇമ്പോർട്ടൻസ്, ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസോടുകൂടി എല്ലാവരും നോക്കിക്കണ്ട അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ, അതായത് ഒരു നാഴികക്കല്ലായി മാറിയിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്ക്. മനസ്സിലായല്ലോ? മാത്രമല്ല ഇദ്ദേഹം ഒരുപാട് സൂപ്പർ നാച്ചുറൽ ഇലമെന്റ്സിനെയൊക്കെ പതിയെ തന്റെ വർക്കുകളിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ റെസ്റ്റോറേഷൻ പോയിറ്റെ കുറിച്ച് നോക്കാം. സാമുവൽ ബട്ട്ലർ. ആരാ? സാമുവൽ ബട്ട്ലർ. ഇദ്ദേഹം 1612 മുതൽ 1680 കാലഘട്ടം വരെയാണ് ഇദ്ദേഹം ജീവിച്ചു പോയത്. മനസ്സിലായല്ലോ? ഇദ്ദേഹത്തിന്റെ വർക്കുകളും ഒരുപോലെ തന്നെ ഫേമസ് ആണ്. അതായത് ഇദ്ദേഹത്തിന്റെ വർക്കുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നത് ഹുഡിബ്രാസ് എന്ന് പറഞ്ഞ ഒരു വർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമുക്ക് നോക്കാം റെസ്റ്റോറേഷൻ പ്രോസുകളെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. ഇത് നമ്മൾ നോക്കുന്നത് റെസ്റ്റോറേഷൻ കാലത്ത് പ്രോസുകളുടെ സ്ഥാനം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ പോയട്രിയെ ഒരുപോലെ തന്നെ പ്രോസിനും ഈ റെസ്റ്റോറേഷൻ പീരീഡിൽ എന്തുണ്ടായിരുന്നു? പ്രാധാന്യം ഉണ്ടായിരുന്നു. ഓക്കെ, ആ റെസ്റ്റോറേഷൻ പ്രോസ് എഴുതുന്ന ഒരു പോയിറ്റിനെ അല്ലെങ്കിൽ ഒരു റൈറ്ററെ നമുക്ക് നോക്കാം. അദ്ദേഹമാണ് ജോൺ ബുണ്യൻ. ഓക്കെ, ഇദ്ദേഹം 1628 കാലഘട്ടം മുതൽ 1688 കാലഘട്ടം വരെ ജീവിച്ച ഒരു റെസ്റ്റോറേഷൻ പ്രോസ് റൈറ്റർ ആണ്. ആര്? ജോൺ ബുണ്യൻ. നോക്കാം, ഇദ്ദേഹത്തിന്റെ ഒരുപാട് മേജർ ഫേമസ് ആയിട്ടുള്ള പ്രോസുകൾ നമുക്ക് കാണാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്, അതേപോലെ തന്നെ ഗ്രേസ് അബൗണ്ടിങ് ടു ദി ചീഫ് ഓഫ് സിന്നേഴ്സ്, ഇതുപോലെ തന്നെ ദി ഹോളി വാർ. ഇത്തരത്തിൽ ഒരുപാട് പ്രോസുകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മെല്ലെ അങ്ങോട്ട് ഡ്രാമയിലോട്ട് പോകാം. അതായത് റെസ്റ്റോറേഷൻ ഡ്രാമ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. റെസ്റ്റോറേഷൻ ഡ്രാമ എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെയാണ് റിഗാർഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ ആക്ച്വലി കോമഡിയും അതേപോലെ തന്നെ സെറ്റയർ ആക്ഷേപഹാസ്യങ്ങളും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡ്രാമയിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമായിരുന്നു ഏത്? റെസ്റ്റോറേഷൻ ഡ്രാമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് നമുക്ക് നോക്കാനുള്ളത് യഥാർത്ഥത്തിൽ കോമഡിയും അതേപോലെ തന്നെ സറ്റയർസും ഒരുമിച്ച് കലർന്നുകൂടിയ ചില ഫോംസ് ഒക്കെ നമുക്ക് ഈ റെസ്റ്റോറേഷൻ പീരീഡിലെ ഡ്രാമാസിന് കാണാൻ സാധിച്ചിരുന്നു. ഇതേപോലെ തന്നെ ചില മേജർ ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട റെസ്റ്റോറേഷൻ കോമഡികളെ കൂടി നമുക്ക് നോക്കാനുണ്ട്. അതേക്കുറിച്ച് നോക്കാം. ദി കൺട്രി വൈഫ് 1675 ദ വില്യം വിച്ച്ലറി ആണ് ഈ ഒരു റെസ്റ്റോറേഷൻ കോമഡി രചിച്ചത്. മാത്രമല്ല ഇതേപോലെ തന്നെ വില്യം കോൺഗ്രീവ് 1700 രചിച്ച ദി വേ ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞ ഒരു മേജർ കോമഡിയും നമുക്ക് ഫേമസ് ആണ്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ റെസ്റ്റോറേഷൻ പീരിയഡ് അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ ഇറ ഇവിടത്തോട് നിൽക്കുകയാണ്. അതായത് ഇനി പിന്നീട് അങ്ങോട്ട് വരുന്ന കാലഘട്ടമാണ്. അതായത് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് തന്നെ 1700 കാലഘട്ടം മുതൽ 1745 കാലഘട്ടം വരെ നീണ്ടുനിന്ന ദി അഗസ്റ്റിൻ ഇറയാണ് ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. അഗസ്റ്റിൻ ഏജ് എന്ന് പറയുന്ന ഈ കാലഘട്ടം ലാറ്റിൻ ലിറ്ററേച്ചറുടെ ഗോൾഡൻ ഇറയായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ലാറ്റിൻ ലിറ്ററേച്ചർ അത്രയും പ്രൊമിനന്റ് ആയിരുന്നു. ഇവിടെ റോമിൽ. മനസ്സിലായല്ലോ? ഈ അഗസ്റ്റിൻ ഏജ് എന്ന പേര് വീഴാൻ കാരണം എന്താ? എംപറർ അഗസ്റ്റിന്റെ പേരിലാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം. ഇനി ഈ അഗസ്റ്റിൻ ഏജില് നിലനിന്നിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയറ്റ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് 1688 മുതൽ 1744 വരെ ജീവിച്ചിരുന്ന പോയറ്റായ അലക്സാണ്ടർ പോപ്പ്. ഓക്കെ, അലക്സാണ്ടർ പോപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ അഗസ്റ്റിൻ ഏജിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഏജ് ഓഫ് പോപ്പ് എന്ന് പറയുന്നത് അല്ലെ. കാരണം അത്രയും അലക്സാണ്ടർ പോപ്പ് അത്രയധികം സംഭാവനകൾ ഈ ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതായത് ശരിക്കും 18ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു പോയിറ്റ് ആയിരുന്നു ആര്? അലക്സാണ്ടർ പോപ്പ്. അതുകൊണ്ട് തന്നെ ഈ അഗസ്റ്റിൻ ഏജിന്റെ മറ്റൊരു പേരായി ഏജ് ഓഫ് പോപ്പ്. മനസ്സിലായല്ലോ? ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഒരുപാടുണ്ട്. അതിലെ തന്നെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ദ റേപ്പ് ഓഫ് ദി ലോക്ക്, അതേപോലെ തന്നെ ദ ഡുൻഷിയാൻ. ഓക്കെ, അതേപോലെ an essay on criticism. ഇത്തരത്തിൽ ഒരുപാട് വർക്കുകൾ ഇദ്ദേഹം
സംഭാവനയായി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ജൊനാഥൻ സ്വിഫ്റ്റ്. ആരാ? ജൊനാഥൻ സ്വിഫ്റ്റ്. ഇദ്ദേഹം 1667 കാലഘട്ടം മുതൽ 1745 കാലഘട്ടം വരെ ജീവിച്ചിരുന്ന ഒരു പോയറ്റ് ആണ് ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ ഫേമസ് ആക്കിയത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നോവലാണ്. ആ നോവലിന്റെ പേരാണ് ഗുലിവേഴ്സ് ട്രാവൽ. ഏതാ? ഗുലിവേഴ്സ് ട്രാവൽ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒരു നോവൽ പബ്ലിഷ് ചെയ്തതോടുകൂടി തന്നെ ഇദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഹിസ്റ്ററിയിൽ സ്ഥാനം വളരെ ഫൈൻ ലിറ്റററി സെറ്റയറിസ്റ്റ് ആയിട്ട് ഇദ്ദേഹം മാറുകയാണ് ചെയ്തത്. ആരെയ? ജൊനാഥൻ സ്വിഫ്റ്റ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള കുറച്ച് വർക്ക്സുകൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുലിവേഴ്സ് ട്രാവൽ, അതേപോലെ തന്നെ എ മോഡസ്റ്റ് പ്രപ്പോസൽ, അതേപോലെ എ ടെയിൽ ഓഫ് ദി ടബ് ആൻഡ് ബാറ്റിൽ ഓഫ് ദി ബുക്സ് എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള കുറച്ച് വർക്കുകളൊക്കെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു പോയിന്റിനെ കുറിച്ച് നോക്കാം. ജോൺ ഗേ. ആരാ? ജോൺ ഗേ. ഇദ്ദേഹം 1699 കാലഘട്ടം മുതൽ 1745 കാലഘട്ടം വരെ ജീവിച്ചിരുന്ന ഒരു പോയറ്റ് ആണ് ജോൺ ഗേ. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആണ്. അതേപോലെ തന്നെ നല്ലൊരു പ്ലേ റൈറ്റർ ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ദി ബെഗേഴ്സ് ഒപ്പേറ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ, അതായത് അത്രയും ഫേമസ് ആയ ഒരു വർക്കാണ് ദി ബെഗേഴ്സ് ഒപ്പേറ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഫേമസ് ആയ ആ വർക്കിന്റെ ഓതർ കൂടിയാണ് ആര്? ജോൺ ഗേ. മനസ്സിലായല്ലോ? ഇത് എന്താണ്? ഇദ്ദേഹത്തിന്റെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു സറ്റയർ ആണ് എന്ത്? ഇപ്പൊ ഞാൻ പറഞ്ഞ ദി ബെഗേഴ്സ് ഒപ്പേറ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ നോക്കാം. ഇത് കൂടാതെ ഇദ്ദേഹം ദി ഷിപ്പാർഡ്സ് വീക്ക് എന്ന് പറഞ്ഞ 1714 ഇദ്ദേഹം ഈ ഒരു ബുക്കും കൂടി എന്ത് ചെയ്തിരുന്നു? പബ്ലിഷ് ചെയ്തിരുന്നു. മനസ്സിലായല്ലോ? ഇതോടുകൂടി ഇദ്ദേഹവും അഗസ്റ്റിൻ ഏജ് അല്ലെങ്കിൽ അഗസ്റ്റിൻ ലിറ്ററേച്ചറിന്റെ ഒരു ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുറച്ച് മേജർ ആയിട്ടുള്ള പ്രോസ് റൈറ്റേഴ്സിനെ പരിചയപ്പെടാം. എന്താ? പ്രോസ് റൈറ്റേഴ്സ്. ഓക്കെ, കുറച്ച് പ്രോസ് റൈറ്റേഴ്സിനെ പരിചയപ്പെടാം. അതിൽ ആദ്യമായി നിൽക്കുന്നതാണ് ജോസഫ് ആഡിൻസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീൽ. ഓക്കെ, ആരാ? ജോസഫ് ആഡിൻസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീൽ. ഇവരുടെ ഇവരുടെ ഏറ്റവും പ്രൊമിനന്റ് ആയി നിന്ന ഒരു പ്രോസ് വർക്കാണ് ഏത്? ദി ടാറ്റ്ലർ. അതായത് 1709 കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്ത ദി ടാറ്റ്ലർ എന്ന് പറഞ്ഞ പ്രോസ് വർക്കും, അതേപോലെ തന്നെ ദി സ്പെക്ടാക്കർ എന്ന് പറഞ്ഞ 1711 കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്ത ഈ രണ്ട് പ്രോസ് വർക്കും ഇവരുടെ ജോസഫ് ആഡിൻസന്റെയും റിച്ചാർഡ് സ്റ്റീലിന്റെയും കുറച്ച് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫേമസ് ആയ പ്രോസ് റൈറ്റിംഗ്സ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് അഗസ്റ്റിൻ ഏജില് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട നോവലിസ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആ നോവലിസ്റ്റുകളുടെ എണ്ണം എടുത്താൽ നമുക്ക് ആദ്യം പറയാനുള്ള ഒരു പേരാകും എന്ത്? സാമുവൽ റിച്ചാർഡ്സൺ. ആരാ? സാമുവൽ റിച്ചാർഡ്സൺ. ഇദ്ദേഹം 1689 മുതൽ 1761 വരെ ജീവിച്ച ഒരു ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റ്, അഗസ്റ്റിൻ ഏജിലെ നോവലിസ്റ്റ് ആണ് ഇദ്ദേഹം, സാമുവൽ റിച്ചാർഡ്സൺ. ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സുകളാണ് പാമല്ല ഓർ വിർച്യു റിവാർഡ്. ഇത് 1740ന്റെയും 41ന്റെയും ഇടയിലാണ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. മാത്രമല്ല ക്ലാരിസിക്ക ഹോർലെ, ഇത്തരത്തിൽ ഒരുപാട് നോവലുകൾ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നും എല്ലാവരും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നോവലുകളുടെ എണ്ണത്തിൽ കൂട്ടിയ നോവലുകൾ ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? സംഭാവനയായിട്ട് നൽകിയത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു നോവലിസ്റ്റിനെ കുറിച്ച് നോക്കാം. ഇദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയ അല്ലെങ്കിൽ ഫേമസ് ആയ ഒരു നോവലിസ്റ്റ് ആണ് ഡാനിയൽ ഡെഫോ. ആരാണ്? ഡാനിയൽ ഡെഫോ. ഇദ്ദേഹം 1660കളിൽ മുതൽ 1731 ആ ഒരു കാലഘട്ടം വരെ ജീവിച്ചിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റ് ആണ് ആര്? ഡാനിയൽ ഡെഫോ. ഓക്കെ, സോ ഇദ്ദേഹത്തിന്റെ വർക്കുകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. അതായത് ഇദ്ദേഹത്തിന്റെ വർക്കുകളിൽ ആദ്യം തന്നെ വരുന്നത് എന്താ? റോബിൻസൺ ക്രൂസോ. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം റോബിൻസൺ ക്രൂസോ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള നോവലാണ് അല്ലെ, ഒരുപാട് പേര് വായിച്ചതുമാണ്. ഇത് ഇദ്ദേഹം 1719 കാലഘട്ടത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇത് കൂടാതെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് പോയംസും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാംപ്ലെറ്റ്സും അതേപോലെ തന്നെ ജേർണലിസവും എല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ഇത്രയും കാര്യങ്ങൾ ഭയങ്കര ഫേമസ് ആണ്. മനസ്സിലായല്ലോ? സോ അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹം വെറും ഒരു നോവലിസ്റ്റ് മാത്രമല്ല,
ഒരു പൊളിറ്റിക്കൽ പാംപ്ലെറ്റിയർ എഴുതുന്ന ഒരു വ്യക്തിയാണ്, മാത്രമല്ല ജേർണലിസ്റ്റ് ആണ്, പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്. സോ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ നമുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാം അല്ലെ. സോ ഇത്രയേ ഉള്ളൂ. ഇവരെ ഒന്നും കൂടാതെ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മറ്റു ചില നോവലിസ്റ്റുകൾ ഒരുപാടുണ്ട്. അതിലും വീണ്ടും നമുക്ക് പറയാനുള്ളത് ഹെൻറി ഫീൽഡിംഗ്, അതായത് 1707 മുതൽ 1754 കാലഘട്ടം വരെ ജീവിച്ച ഹെൻറി ഫീൽഡിങ്ങും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അല്ലെങ്കിൽ നോവലാണ് എന്ത് ശ്യാമല. ഇതാ ശ്യാമല 1741 അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇവരെ കൂടാതെ എലീസ ഹാവിയോർഡ്, ഓക്കെ, ആരാ? എലീസ ഹാവിയോർഡ് അല്ലെ. ഇത്രയും പറഞ്ഞതിൽ ഒരു സ്ത്രീയായ ഒരു നോവലിസ്റ്റിനെ നമ്മൾ ഇപ്പോഴാണ് പഠിക്കുന്നത്. ആരാ? എലീസ ഹാവിയോർഡ്. ഓക്കെ, ഇവർ 1690 മുതൽ 1756 ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു നോവലിസ്റ്റ് ആണ്. ദി അഡ്വഞ്ചറസ് ഓഫ് ഇവോയ്, അതേപോലെ തന്നെ ദി പ്രിൻസസ് ഓഫ് ലെവറോ, ഇത്തരത്തിൽ ആന്റി പാമല്ല 1741 പബ്ലിഷ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരുപാട് വർക്ക്സുകൾ ഇവരും എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലാണ് അഗസ്റ്റിൻ ഏജ് ക്ലാസിഫൈ, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് അല്ലെങ്കിൽ ഇവരൊക്കെയാണ് അഗസ്റ്റിൻ ഏജിലെ ചില പ്രധാനപ്പെട്ട പോയംസ്, പ്രോസ് റൈറ്റേഴ്സ് ഇവരൊക്കെ. ഓക്കെ, സോ നമുക്കിനി നിയോ ക്ലാസിക്കൽ ഏജിന്റെ അവസാനത്തെ ഭാഗത്തിലോട്ട് കിടക്കാം. അതായത് ഏജ് ഓഫ് സെൻസിബിലിറ്റി 1744 മുതൽ 1789 കാലഘട്ടം വരെയാണ് നമ്മൾ ഈ ഏജ് ഓഫ് സെൻസിബിലിറ്റി എന്ന് പേരിട്ട് വിളിക്കുന്നത്. പേര് പോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ ഏജ് ഓഫ് സെൻസിബിലിറ്റി സംഭവിക്കുന്നത് ഐഡിയോളജിയിലേക്കുള്ള പെട്ടെന്നുള്ള ഒരു ഷിഫ്റ്റ് ആണ് നമുക്ക് ഈ ഏജ് ഓഫ് സെൻസിബിലിറ്റിയിൽ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായില്ല? അതായത് മറ്റൊന്നുമല്ല, റിനൈസൻസിന്റെ ആ ഒരു സ്പിരിറ്റ്, ഓക്കെ, ആ ഒരു ചിന്താഗതിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഐഡിയോളജിയിലോട്ട് അന്നത്തെ ജനത പെട്ടെന്ന് എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ആയി പോവുകയാണ്. എപ്പോ? ഈ ഒരു ഏജ് ഓഫ് സെൻസിബിലിറ്റി. മനസ്സിലായല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പിരിറ്റിന്റെ ആ കുറച്ച് അംശങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഏജ് ഓഫ് സെൻസിബിലിറ്റിയിലുള്ള ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി നേരെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റെപ്രസെന്റേറ്റീവ് ഓതേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. അതിൽ ആദ്യം തന്നെ ഡോക്ടർ സാമുവൽ ജോൺസനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. 1709 മുതൽ 1784 കാലഘട്ടം വരെ ജീവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഓതറാണ് ആര്? ഡോക്ടർ സാമുവൽ ജോൺസൺ. മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിന്റെ പേര്, ഓക്കെ, അതായത് ഇദ്ദേഹത്തിന്റെ പേര് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഏജ് ഓഫ് സെൻസിബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഏജ് ഓഫ് സെൻസിബിലിറ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഏജ് ഓഫ് ജോൺസൺ. ഓക്കെ, ഡോക്ടർ സാമുവൽ ജോൺസണെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. എന്താ? ഏജ് ഓഫ് ജോൺസൺ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരുപാട് അച്ചീവ്മെന്റ്സ്, എണ്ണത്തിൽ കവിഞ്ഞ അച്ചീവ്മെന്റ്സ് ഇദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അതിൽ എസ്സേകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ബയോഗ്രഫി ഉൾപ്പെട്ടിട്ടുണ്ട്, ട്രാവലോഗുകൾ ഉണ്ട്, ജേർണലിസം ഉണ്ട്, ക്രിറ്റിസിസം ഉണ്ട് അല്ലെ. ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്നത് ഐഡിയോളജിയിലേക്കുള്ള ഷിഫ്റ്റിനെ നമുക്ക് എടുത്തു കാണിക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്രിറ്റിസിസം അല്ലെ. ഇത്തരത്തിൽ ഒരുപാട്, അതായത് 1700 മുതൽ 1790 ആ ഒരു കാലഘട്ടം വരെ ഉദിച്ചു നിന്ന എല്ലാ എസ്സേ, ബയോഗ്രഫീസ്, ട്രാവലോഗ്, ജേർണലിസം ആൻഡ് ക്രിറ്റിസിസം എല്ലാം തന്നെ ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? ഡോക്ടർ സാമുവൽ ജോൺസന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. സോ നമ്മൾ എന്ത് വിളിക്കുന്നു? ഏജ് ഓഫ് ജോൺസൺ എന്ന് ഈ ഏജ് ഓഫ് സെൻസിബിലിറ്റിനെ വിളിപ്പേര് വരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഏജ് ഓഫ് ജോൺസൺ എന്ന് തന്നെ അങ്ങനെ തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ ഏജ് ഓഫ് ജോൺസൺ ഈ ഒരു ഏജില് നമുക്ക് ഈ നോവലുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. അതായത് നോവലുകളും ഒരേപോലെ പോയട്രികളെ പോലെയും എല്ലാം പ്രോസുകളെ പോലൊക്കെ തന്നെ നോവലുകളും ഈ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു? കുറച്ചുകൂടി പ്രൊമിനന്റ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ നോവലുകൾ എഴുതിയത് ലോറൻസ് സ്റ്റീർണി. ഓക്കെ, ലോറൻസ് സ്റ്റീർണി. ഇദ്ദേഹം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഐറിഷ് ബോൺ, ഓക്കെ, ഐറിഷ് ബോൺ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ്. ഓക്കെ, മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് നോവലാണ് നമുക്കറിയാം ദി ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രാം ഷാൻഡി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ
ഒരു നോവൽ, ഒരു മാസ്റ്റർ പീസ് ആണ്. ഓക്കെ, സോ ഇത് കൂടാതെ തന്നെ അദ്ദേഹം ഒരുപാട് നോവലുകൾ രചിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കാം. സെന്റിമെന്റൽ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി 1768 പബ്ലിഷ് ചെയ്തതാണ് ഇദ്ദേഹം. ഇത്തരത്തിൽ ഒരുപാട് നോവലുകൾ ഇദ്ദേഹം ലോറൻസ് ചെർണി എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ കൂടാതെ തന്നെ ഫ്രാൻസിസ് ബുർണി, ഓക്കെ, ഇദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, സോ നമുക്കിനി നോക്കാം. ഇനി നമുക്ക് ഡ്രാമയിലോട്ടൊന്ന് നോക്കാം. ഏജ് ഓഫ് സെൻസിബിലിറ്റിയിലെ ഡ്രാമയുടെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും ഒരു പുതിയ ഡ്രാമയിൽ തന്നെ ഒരു പുതിയ ജനർ എന്തായി വരികയാണ്, ഇവിടെ ഡെവലപ്പ് ആയി വരികയാണ്. അതിന്റെ പേരാണ് എന്താ, ആന്റി സെന്റിമെന്റൽ കോമഡി. എന്താ ആന്റി സെന്റിമെന്റൽ കോമഡി എന്ന് പറഞ്ഞ ഒരു പുതിയ ജനർ തന്നെ ഇവിടെ എന്താണ് രൂപപ്പെട്ട് വരികയാണ്. മനസ്സിലായല്ലോ? ഇത് ആരാണ് രൂപപ്പെടുത്തിയത്? ഒലിവർ ഗോൾഡ് സ്മിത്തും അതേപോലെ തന്നെ റിച്ചാർഡ് ഷെറിഡനും കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു പുതിയ ജനർ ഈ ഒരു കാലഘട്ടത്തെ ഇവര് കണ്ടുപിടിച്ചത്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാട്ടോ. സോ അതൊക്കെ നമുക്ക് കാണാം. ഇവരുടെ ഡ്രാമകളിലൊക്കെ ഈ ഒരു ആന്റി സെന്റിമെന്റൽ കോമഡി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, ദി സ്റ്റൂപ്സ് ടു കോൺഫർ, അതേപോലെ തന്നെ ദി വികാർ ഓഫ് വാക്ഫീൽഡ്, മാത്രമല്ല ദി സിറ്റിസൺ ഓഫ് ദി വേൾഡ്. ഇത്തരത്തിൽ ഒരുപാട് നമുക്ക് എന്താ ആന്റി സെന്റിമെന്റൽ കോമഡിയുടെ ഡ്രാമകളിലെ ഉദാഹരണമായിട്ട് നമുക്ക് കണക്കുകൂട്ടാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഡ്രാമ, അതായത് ഏജ് ഓഫ് സെൻസിബിലിറ്റി അല്ലെങ്കിൽ ഏജ് ഓഫ് ജോൺസന്റെ ഡ്രാമ ഇങ്ങനെയായിരുന്നു. മാത്രമല്ല പോയട്രിയും ഒട്ടും തന്നെ എന്തായിരുന്നില്ല, മോശമായിരുന്നില്ല. ഈ ഒരു കാലഘട്ടത്തും പോയട്രി എഴുതിയിരുന്ന ആൾക്കാർ നിലവിലുണ്ടായിരുന്നു. അതിലെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരും അവരുടെ വർക്കുകളും നോക്കാം. അതായത് തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറഞ്ഞ ഒരു പോയട്രിയാണ് 1751 ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഇതേ കൂടാതെ തന്നെ എഡ്വാർഡ് യങ്, അതേപോലെ തന്നെ റോബർട്ട് ബ്ലെയർ, അല്ലെ, റോബർട്ട് ബ്ലെയറിന്റെ ദി ഗ്രേവ് എന്ന് പറഞ്ഞ ഒരു പോയട്രി ഒക്കെ ഭയങ്കര ഫേമസ് ആട്ടോ. അതായത് 1743 കാലഘട്ടത്താണ് പബ്ലിഷ് ചെയ്തത്. ഇത്തരത്തിലാണ് ഏജ് ഓഫ് സെൻസിബിലിറ്റിന്റെ പോയട്രി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ വേറെ ഒന്നുമില്ല. ഈ നിയോ ക്ലാസിക്കൽ ഏജിലെ നിയോ ക്ലാസിക്കൽ ഏജ് നമ്മൾ എന്തായി തിരിച്ചിരിക്കുന്നു, 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഓരോ കാലഘട്ടത്തും പ്രോസിനും പോയട്രിക്കും ഡ്രാമാസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്ന പോയറ്റ്സ് ആരാണ്, അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ. സോ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേട്ട് ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക്